ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. ജന്മം നൽകിയ അമ്മ തന്നെ 2 കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിക്കുക. സാഹചര്യങ്ങൾ എന്തായാലും നിയമത്തിന്റെ മുന്നിലെത്തുമ്പോൾ രക്ഷപ്പെടാൻ കാര്യമായ പഴുതുകൾ ഇല്ലാത്ത കുറ്റമാണ് മലയാളി നഴ്സ് ആയ അക്സ്ഫീൽഡിലെ ജിലിമോൾ ജോർജ് ചെയ്തിരിക്കുന്നത് എന്നാണ് നിയമരംഗത്തെ വിലയിരുത്തൽ. യുകെയിലെ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും കനത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ വർഷം കെറ്ററിംഗിൽ കൂട്ടക്കൊല നടത്തിയ കണ്ണൂർ സ്വദേശി സജു ചെലവേലിന് ലഭിച്ച പരോൾ ഇല്ലാത്ത 40 വർഷത്തെ ശിക്ഷ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. വധശിക്ഷ നിലവിൽ ഇല്ലാത്ത ബ്രിട്ടനിൽ സജു ശേഷകാലം പുറം ലോകം കാണരുത് എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് 52-കാരനായ സജുവിനെ തേടി പരമാവധി ശിക്ഷ എത്തിയതിലൂടെ തെളിഞ്ഞത്. അപ്പീൽ നൽകാൻ പോലും സാധിക്കാത്ത വിധത്തിൽ യുകെയിൽ കോടതികളിൽ നിന്നും എത്തുന്ന വിധിന്യായങ്ങൾ മറ്റൊരു നാട്ടിൽ നിന്നും എത്തിയ മലയാളികൾക്ക് കണ്ണു തുറന്നു കാണാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. എങ്കിലും പലവിധ കാരണങ്ങളാൽ വീണ്ടും അസ്വാഭാവിക സംഭവങ്ങൾ അരങ്ങേറുകയാണ്. പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും പോകുന്നുണ്ട്. അടുത്തിടെ മിഡ്ലാൻഡ്സിലെ ഒരു പ്രധാന പട്ടണത്തിൽ മലയാളി യുവ സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരാൾക്ക് ജീവഹാനി സംഭവിച്ചത് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ബ്രിട്ടീഷ് ദേശീയ മാധ്യമങ്ങളിൽ പോലും ഇതുവരെ വാർത്തയായിട്ടില്ല. ഏതാനും ദിവസം മുൻപ് സൗത്ത് വെയിൽസിൽ ഷെയർ ചെയ്ത് താമസിച്ച യുവാവുമായി ഭാര്യയ്ക്ക് അടുപ്പമുണ്ടെന്ന സംശയത്തിൽ യുവാവ് മാരകമായി സ്വയം മുറിവേൽപ്പിച്ചതും മലയാളി സമൂഹത്തിൽ കാര്യമായ രീതിയിൽ ആരും അറിഞ്ഞിട്ടില്ല. ഏതാനും മാസം മുമ്പ് എക്സിറ്ററിൽ പുതിയതായി എത്തിയ മലയാളി യുവാവ് ആത്മഹത്യ ചെയ്തതും സമാന സാഹചര്യങ്ങൾ തന്നെയാണ്. യുകെയിൽ തന്നെ സ്വന്തം അമ്മ മക്കളെ വകവരുത്താൻ ശ്രമിച്ചെന്ന നിലയിൽ പ്രത്യേക ശ്രദ്ധ ലഭിച്ചിരിക്കുകയാണ് ഈ കേസിന്. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ കൊലപാതക ശ്രമത്തിൽ ഉൾപ്പെട്ടു എന്നത് കേസ് കോടതിയിൽ വിചാരണയ്ക്കെത്തുമ്പോൾ അത്യന്തം ഗൗരവത്തോടെ പരിഗണിക്കപ്പെടും എന്നതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഒന്നിലേറെ കുട്ടികൾക്ക് ഒരു കേസിൽ ക്രൂരത നേരിടേണ്ടി വന്നാൽ ബ്രിട്ടനിൽ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. കെറ്ററിംഗ് വിധിയിൽ നിയമത്തിലെ ഈ ഭാഗമാണ് അടിസ്ഥാനമായതും. ഈ സാഹചര്യത്തിൽ വിഷം കുത്തിവെച്ച് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ അമ്മയെ തേടി വർഷങ്ങളോളം നീളുന്ന ജയിൽ ജീവിതം കോടതി സമ്മാനിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. എന്നാൽ കഴിഞ്ഞ ദിവസം ബെൽഫാസ്റ്റ് കോടതിയിൽ അപകടകരമായ ഡ്രൈവിംഗിനെ തുടർന്ന് മലയാളി നഴ്സ് കൊല്ലപ്പെട്ട കേസിൽ മറ്റൊരു മലയാളി നഴ്സിനെ നിരുപാധികം വിട്ടയച്ചതുപോലുള്ള കോടതിയുടെ അനുകമ്പ എത്തിയാൽ മാത്രമേ അക്ഫീൽഡ് കേസിലെ പ്രതിയായ മലയാളി യുവതി ഇനി വേഗത്തിൽ പുറം ലോകം കാണൂ എന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പുരുഷൻ ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ തിരിച്ചെത്തിയാലും വീട്ടിലെ അന്തരീക്ഷത്തെപ്പറ്റി കുട്ടികൾ നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ചാകും അവരെ ഭാവി സംരക്ഷണത്തിന് ആരെ ഏൽപ്പിക്കും എന്ന കാര്യത്തിൽ തീരുമാനമാകുക. ഇക്കാര്യത്തിൽ മാതാവ് എന്ന നിലയിൽ ഇപ്പോൾ കഴിയുന്ന യുവതിയുടെ മൊഴികൾക്കും നിർണായക പങ്കുണ്ട്.